ഇപ്പോൾ ബിജെപിക്ക് അതിലേക്ക് ഒരു എൻട്രി വരുന്നത് തന്നെ എങ്ങനെയാണ്? ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് DMK-യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യത്തെ നമ്മൾ വിശദീകരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്നതുകൂടി നിലയിലാണല്ലോ. ഇപ്പോൾ MK സ്റ്റാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്നു. അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ TVK-യോടൊപ്പം മത്സരിക്കണമെന്നായിരുന്നു എന്റെ താല്പര്യമെന്ന് പറയുന്നുണ്ട്. അത്തരം താല്പര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ചാണ് മത്സരിച്ചത്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ പല നിലയിലും കോൺഗ്രസിന്റെ അവിടുത്തെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചതിൽ എത്ര സീറ്റ് അവർക്ക് 5 സീറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും 5 സീറ്റിലല്ലല്ലോ അവർ മത്സരിച്ചത്. അപ്പോൾ ആ ജയമുണ്ടായത് എങ്ങനെയാണ്? DMK എന്ന് പറയുന്ന സഖ്യത്തിനോടൊപ്പം നിന്നാണ്. ഇനി നോക്കൂ, ഇപ്പോൾ ഇടത് പാർട്ടികൾ ഉൾപ്പെടെ VC-ക്ക് ഉൾപ്പെടെ ആ സഖ്യത്തിൽ നിന്നും പോയി TVK-ക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മറ്റുള്ളവരും അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം മുസ്ലിം ലീഗൊക്കെ അങ്ങനെ തന്നെയല്ലേ? അവരും അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ പറയുന്ന രാഷ്ട്രീയ മര്യാദയുടെ ഒരു പ്രശ്നം തന്നെയാണ്. അത് വേണോ വേണ്ടിയോ ഓരോരുത്തരുടെ അവർക്ക് തീരുമാനിക്കാം. ഒരു അവസരത്തെ കോൺഗ്രസ് മുതലാക്കുന്നു എന്നതിന് കോൺഗ്രസിന്റെ പിന്തുണ TVK-ക്ക് തേടേണ്ടി വന്നത്, അല്ലെങ്കിൽ അവർ ആ പിന്തുണയ്ക്കാൻ അങ്ങോട്ട് പോകേണ്ടി വന്നത് അവർക്ക് ആ 118 എന്നുള്ള മാന്ത്രിക സംഖ്യയിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർ ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാനോ BJP-ക്കെതിരായ ഒരു പ്രതിരോധ മുന്നണി തമിഴ്നാട്ടിൽ കെട്ടിപ്പടുക്കണമെന്നോ എന്നുള്ള TVK-യുടെ ആഗ്രഹത്തിന്റെ, വിജയുടെ ആഗ്രഹത്തിന്റെ പുറത്തല്ല. അവർക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ള സംഖ്യ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 5 പേരുള്ള കോൺഗ്രസ് അങ്ങോട്ട് സപ്പോർട്ടുമായിട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ വിജയ് സുരക്ഷിതമായി ഇരുന്ന് പോവുകയാണെങ്കിൽ, ഈ ഭരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ AIADMK പിളർത്താനുള്ള സാധ്യതയുണ്ട്. മറ്റു പാർട്ടികൾ ഈ നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പിളർപ്പിനൊക്കെയുള്ള സാധ്യത. അങ്ങനെ ഒരുപക്ഷെ അവർ തന്നെ TVK തന്നെ അവരുടെ ആ അംഗബലം കൂട്ടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ഒക്കെ അപ്രസക്തമായി പോകുന്നതിന് പിന്നീട് കാലം തെളിയിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.